പെൺമക്കളെ ബലാത്സംഗം ചെയ്യുന്ന പിതാക്കന്മാർ യാഥാർത്ഥ്യമെന്ത്? നമ്മൾ നിത്യേന പത്രങ്ങളിൽ കാണുന്ന ഒരു ഹെഡ്ലൈനാണ് മകളെ പിതാവ് പീഡിപ്പിച്ചു എന്നുള്ളത്, പിതാവ് അറസ്റ്റിൽ എന്നുള്ളത്. ഈ വാർത്തയുടെ യാഥാർത്ഥ്യം എന്താണ് എന്നതിനെ സംബന്ധിച്ച് അന്തിമമായി തീരുമാനിക്കേണ്ടത് നമ്മളാരുമല്ല, കോടതിയാണ്. പോലീസ് കേസെടുത്തിരിക്കുന്നു, ആ കേസ് കോടതിയിൽ പോയിരിക്കുന്നു. കോടതി തെളിവ് സഹിതം ഇതിൽ യാഥാർത്ഥ്യമുണ്ട് എങ്കിൽ അയാളെ ശിക്ഷിക്കുന്നു, ഇല്ലെങ്കിൽ വെറുതെ വിടുന്നു. ഇവിടെ പ്രധാനമായിട്ട് ഉയരുന്ന ഒരു പ്രശ്നം വിവാഹ മോചന കേസുമായി ബന്ധപ്പെട്ട് അമ്മമാർ അച്ഛന്മാരെ ഈ പോക്സോ കേസിൽ കുരുക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ പറയുന്നതല്ല, സുപ്രീം കോടതിയുടെ ഒരു നിരീക്ഷണമാണ്. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരായ BV നാഗരത്ന, ജസ്റ്റിസ് ഉജ്വൽ ഭൂയാൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഇത്തരമൊരു നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. അതായത് വിവാഹമോചന കേസ് വളരെ വേഗം തീർപ്പാക്കാൻ വേണ്ടി അമ്മമാർ കുഞ്ഞുങ്ങളെ ഉപയോഗിച്ച് പിതാക്കന്മാർക്കെതിരെ ലൈംഗിക പീഡന ആരോപണം രജിസ്റ്റർ ചെയ്യുന്നു, പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. നമുക്കറിയാവുന്നതുപോലെ തന്നെ വളരെ അപകടകരമായിട്ടുള്ള, വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വകുപ്പാണ് പോക്സോ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 2012 ജൂലൈ 14 ഇപ്പോൾ നമ്മൾ കാണുന്ന രീതിയിലുള്ള ഈ നിയമം നിലവിൽ വരുന്നത്. 2019 ഈ നിയമം ഭേദഗതി ചെയ്ത് വധശിക്ഷ വരെ കിട്ടാവുന്ന നിയമമാക്കി മാറ്റി. അത്ര ഗുരുതരമായിട്ടുള്ള ഒരു വകുപ്പാണ് പോക്സോ എന്നുള്ളത്. ഈ പോക്സോ കേസിൽ കുടുങ്ങുന്ന ഒരാൾക്ക് രക്ഷപ്പെടുക അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വകുപ്പ് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയും ഏറെയാണ്. സ്പെഷ്യൽ ഫാസ്റ്റ് ട്രാക്ക് കോടതി അടക്കമുള്ള കോടതികളാണ് ഈ ഒരു കേസിൽ അതിവേഗ വിചാരണ പൂർത്തിയാക്കി പ്രതികളെ ശിക്ഷിക്കുന്നത്. 2023 മാത്രം കേരളത്തിൽ 43 കോടതികളാണ് ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടായിരിക്കുന്നത്. അതിപ്പോൾ കൂടുക അല്ലാതെ കുറയുകയില്ല. അതുകൊണ്ട് തന്നെ പോക്സോ കേസിലെ പ്രതികൾ വളരെ വേഗം ശിക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഈ നിയമത്തെ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയും ഏറെയാണ്. അതാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് വിവാഹമോചന കേസിലെ ഏറ്റവും നികൃഷ്ടമായ ഒരു വശമാണ് ഇതെന്നാണ്. അമ്മമാർ മക്കളെ ഉപയോഗിച്ചുകൊണ്ട് അച്ഛനെതിരെ ലൈംഗിക പീഡനം ആരോപിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഈ കേസിൽ കുരുക്കി അകത്താക്കുക, പെട്ടെന്ന് തന്നെ വിവാഹമോചനം ലഭിക്കുകയും ചെയ്യുന്നു. സുപ്രീം കോടതിയുടെ മുൻപാകെ ഒരു കേസ് വന്നു. UP നിന്ന് ഉള്ളൊരു കേസാണ്. 14 വയസ്സുള്ള മകളെ പീഡിപ്പിച്ചു എന്നാണ് അമ്മയുടെ പരാതി. പിതാവ് പീഡിപ്പിച്ചു. ഈ കേസിന്റെ നിജസ്ഥിതി സുപ്രീം കോടതി അന്വേഷിച്ചപ്പോൾ അത് വ്യാജമായി ഉണ്ടാക്കിയെടുത്ത ഒരു കേസാണെന്ന് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടു. അതായത് പോക്സോ കേസ് പിതാവിനെതിരെ ചുമത്തിക്കൊണ്ട് അതിവേഗം വിവാഹമോചനം ലഭിക്കാൻ വേണ്ടി ഈ അമ്മ ഉണ്ടാക്കിയ ഒരു കള്ളക്കേസാണ് ഈ 14 വയസ്സുള്ള മകളെ സ്വന്തം ഭർത്താവ് അല്ലെങ്കിൽ പെൺകുട്ടിയുടെ അച്ഛൻ പീഡിപ്പിച്ചു എന്നുള്ള ഈ ഒരു കേസ്. ഈ കേസ് കണ്ടെത്തലോടുകൂടിയാണ് സുപ്രീം കോടതിയുടെ സുപ്രധാനമായിട്ടുള്ള ഈ നിരീക്ഷണം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കേരളത്തിലെ അവസ്ഥയിലേക്ക് വരേണ്ടതുണ്ട്. കേരളത്തിൽ എന്താണ് വിവാഹ മോചനവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്? ഇന്ത്യയുടെ ക്യാപിറ്റൽ സിറ്റിയാണോ വിവാഹമോചനത്തിൻ്റെ കേരളം എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഈ സംസ്ഥാനം ഇന്ത്യയിലെ വിവാഹമോചനത്തിൻ്റെ ക്യാപിറ്റലാണോ എന്ന് നമുക്ക് സ്വയം ചോദിക്കേണ്ടി വരും. കണക്കുകൾ ശ്രദ്ധിച്ചാൽ 2016 19,233 കേസുകളാണ് വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് കോടതിയിലെത്തിയത്. അത് 2019 ആകുമ്പോഴേക്കും 28% വർധനയുണ്ടായി, 24,770 കേസുകളായി മാറി. 2025 ഒരു ദിവസം കേരളത്തിൽ 100ഓളം വിവാഹമോചന കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ടെന്നാണ് അനൗദ്യോഗികമായിട്ടുള്ള കണക്ക്. ഇവിടെയാണ് ഈ പിതാവ് പീഡിപ്പിച്ചു എന്നുള്ള വാർത്തയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത്. ആ വാർത്തയിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട്? ഈ ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ ആ പിതാവ് അല്ലെങ്കിൽ ആ ആരോപണ വിധേയൻ സമൂഹത്തിന്റെ മുന്നിൽ കുറ്റവാളിയാകുന്നു, അയാളുടെ ബന്ധുക്കളുടെ മുന്നിൽ കുറ്റവാളിയാകുന്നു. അയാൾക്ക് ഒന്നുകിൽ ജീവപര്യന്തം തടവ്, ഈ പോക്സോ നിയമപ്രകാരമുള്ള തടവ്, അല്ലെങ്കിൽ ആത്മഹത്യ. ഇതല്ലാതെ മറ്റൊരു വഴിയുമില്ലാത്ത രീതിയിലേക്കാണ് ഇത്തരത്തിലുള്ള കേസുകൾ വരുന്നത്. അതുകൊണ്ട് നമുക്കറിയാം, കുഞ്ഞുങ്ങളെ ഏതാണ്ട് 6-7 വയസ്സുവരെ മാതാവാണ് സംരക്ഷിക്കുന്നത്.
നിർവചിക്കുന്നത്. അമ്മയുടെ സംരക്ഷണയിലാണ് കുഞ്ഞുങ്ങളുള്ളത്. മുലകുടി മാറിക്കഴിഞ്ഞാലും അമ്മയുടെ സംരക്ഷണത്തിൽ തന്നെയാണ്. അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അകലുമ്പോൾ എപ്പോഴും കുഞ്ഞുങ്ങൾ അമ്മയോടൊപ്പം തന്നെയായിരിക്കും നിൽക്കുന്നത്. അതുകൊണ്ട് ഏതാണ്ട് 99% വരെ, നമുക്ക് ഒരു അനൗദ്യോഗികമായി പറഞ്ഞാൽ 99% വരെ കേസുകളിലും ഈ അമ്മമാർക്കൊപ്പമാണ് കുഞ്ഞുങ്ങൾ നിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് അമ്മമാർ പറയുന്നത് എല്ലാം ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന പ്രായമാണ് കുട്ടികളുടേത്. അത് അമ്മ പറയുന്നതനുസരിച്ച് കുട്ടികൾ അച്ഛനെതിരെ പോലീസിൽ മൊഴി നൽകുന്നു. അങ്ങനെ ഈ നിരപരാധിയായിട്ടുള്ള ഈ പിതാവ് അറസ്റ്റിലാകുന്നു. അദ്ദേഹത്തെ അതിവേഗ ഫാസ്റ്റ് ട്രാക്ക് കോടതി അടക്കമുള്ള കോടതികൾ വിചാരണ ചെയ്ത് അദ്ദേഹത്തെ അകത്തിടുന്നു. ഇത്തരമൊരു സന്ദർഭം അത് ശരിയോ തെറ്റോ എന്നുള്ളത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ അത്തരമൊരു സാഹചര്യം രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് എന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ നിരീക്ഷിച്ചിരിക്കുന്നത്. അത് വിവാഹമോചനത്തിന് ഏറ്റവും നികൃഷ്ടമായ വശം, ഏറ്റവും നീചമായ വശമെന്നാണ് സുപ്രീം കോടതി ഈ ഒരു സ്ഥിതിവിശേഷത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ ഇത്തരമൊരു കണ്ടെത്തൽ എന്തായാലും ഞെട്ടിപ്പിക്കുന്നതാണ്. 2019 പോക്സോ നിയമം ഭേദഗതി ചെയ്ത് വധശിക്ഷ വരെ ആക്കിയിട്ടുള്ള സാഹചര്യം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കേസുകളിൽ ഈ പുരുഷനാണ് എപ്പോഴും ഇരയാകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അയാൾക്ക് അയാളുടെ നിരപരാധിത്വം തെളിയിക്കാൻ തക്ക വിധമുള്ള നിയമ പരിരക്ഷ അയാൾക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നേരിട്ടുള്ള ലൈംഗിക അതിക്രമം മാത്രമല്ല, മറിച്ച് മോശമായി ലൈംഗിക ഉദ്ദേശത്തോടുകൂടി സ്പർശിച്ചു എന്നത് പോലും കുറ്റകൃത്യമാണ്. പോക്സോ നിയമപ്രകാരം അത് കുറ്റകൃത്യമാണ്. അത്തരമൊരു കുറ്റകൃത്യം ഏത് പ്രായത്തിൽ ഉണ്ടാകുന്നു എന്നത് പ്രശ്നമല്ല. കുട്ടിക്കാലത്ത് ആയിരിക്കുമ്പോഴാണ് ഇത്തരമൊരു കുറ്റകൃത്യം പിതാവ് ചെയ്തത് എന്ന് കുട്ടിക്ക് ബോധമുള്ളപ്പോൾ അമ്മ പറഞ്ഞ് വിശ്വസിപ്പിച്ച് പിതാവിനെതിരെ തെളിവ് കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ നിയമത്തെ ദുരുപയോഗം ചെയ്യാം. അതാണ് ഈ ഒരു കേസിന്റെ പ്രത്യേകത. അതും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഈ നിരീക്ഷണമെന്ന് നമുക്ക് കാണേണ്ടതുണ്ട്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.